കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഗുരുവായൂരപ്പന് ശുദ്ധിയാണ്, കലശ ചടങ്ങുകളൊക്കെയാണ്. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ദർശനത്തിനൊക്കെ നിയന്ത്രണമുണ്ട്, അതൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ ഉച്ചപൂജയുടെ ഒപ്പം കലശ ചടങ്ങുകളുണ്ട്. 25 കുടം കലശമാണ്. അതിൻ്റെ ചടങ്ങുകളൊക്കെ ആയിട്ട് വളരെ സുന്ദരമായിട്ട് ശക്തി കൂടിയിട്ട് നിൽക്കുന്ന ഭാവമാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ദിച്ച് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്ക് അങ്ങനെ വരാം. അങ്ങനെ വന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തുള്ള അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് തൊഴുത് അങ്ങനെ പോരാം. അങ്ങനെ പോകുന്ന ആ വാതിൽപ്പടി, ആ ഗോപുരവാതിൽ കടന്ന് ആ വാതിൽപ്പടി കയറാം. അങ്ങനെ കയറുമ്പോൾ ആദ്യം തന്നെ ആ കേശവൻ്റെ 2 കൊമ്പ് കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവി ഇരിക്കുന്നതും കാണാം. അതൊക്കെ തൊഴുത് നമ്മളിങ്ങനെ കയറുമ്പോൾ, വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തോട്ട് നോക്കിയാൽ ഇടതുവശത്തുള്ള മേൽപ്പത്തൂരിരുന്ന് നാരായണീയം എഴുതിയ ആ ഒരു പീഠം കാണാം, കെടാവിളക്ക് കാണാം. അതുപോലെ വലത്തേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയാൽ നരസിംഹാവതാരം, മേൽപ്പത്തൂരിൻ്റെ അനിയന് കാണിച്ചു കൊടുത്ത നരസിംഹാവതാരം ആ തൂണ് കാണാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് നോക്കി വരികയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ശ്രീലകത്ത് നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭഗവാന്റെ 2 കാലുകളാണ്. ആ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്. അങ്ങനെ പട്ട് കോണക കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരമണി കാണാനുണ്ട്, കിങ്ങിണി കാണാനുണ്ട്. അരമണിയൊക്കെ ഇങ്ങനെ ഉണ്ട്. ആ കുമ്പങ്ങനെ, കുഞ്ഞി കുമ്പങ്ങനെ നന്നായിട്ട് ആ നേദ്യമൊക്കെ കഴിഞ്ഞതാവുകൊണ്ടേ നന്നായിട്ട് വീർത്തിരിക്കുന്നുണ്ട്. നന്നായിട്ട് കാണാനുണ്ടത്. അങ്ങനെ നോക്കി വരുമ്പോൾ, മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ മാറത്തൊരു ചെറിയ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതുപോലെ കൈകളിൽ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. കയ്യിൽ പൊന്നോടക്കുഴൽ 2 കൈ കൊണ്ടും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടുണ്ട്. വിളിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഓടക്കുഴൽ വിളിക്കുകയൊന്നുമല്ല, വിളിക്കാൻ മുരളീധരനായിട്ടാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ നിൽപ്പ്. അങ്ങനെ നോക്കുമ്പോൾ മുഖത്ത് നോക്കുമ്പോൾ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ട് ഭക്തരെ എല്ലാവരെയും നോക്കിയിട്ട്, കാരണം തനിക്കിന്ന് നേദ്യമായി പൂർവാധികം ഭംഗിയായിട്ട് കലശം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ശക്തിയൊക്കെ കൂടുതൽ, ആ ബിംബശുദ്ധിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനെ വരികയല്ലേ. അപ്പോൾ കൂടുതൽ ശക്തിവത്തായിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം വളരെ പ്രസന്ന മനോഭാവത്തോടു കൂടി, പ്രസന്നതയോട് കൂടിയിട്ടാണ് ഭക്തരെ കാത്തു നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. അതേപോലെ സർവാഭരണ വിഭൂഷിതനായിട്ട് തന്നെയാണ്. കഴുത്തിൽ, കണ്ടത്തിൽ ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്. അതേപോലെ ആ പൊന്നിൻ്റെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. 2 തോളത്തും ഗോപീതിലകം കാണാനുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ച. തിരുമുടിമാലകൾ 2 എണ്ണമാണ്. വെളുത്ത പൂവുണ്ട്, തുളസിയും തെച്ചിയായിട്ടുണ്ടൊന്ന്, പിന്നെ തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും, അങ്ങനെ 2 എണ്ണം. അതേപോലെ വലിയ 2 ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലകളും എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവും ഒരേപോലെ, ഒരേ അനുപാതത്തിൽ എന്ന് പറഞ്ഞില്ലേ, അതേമാതിരിയാണ്. അതേപോലെ ഒന്ന് കുറച്ച് തെച്ചിപ്പൂവ് കൂടുതലുണ്ട്, വെളുത്ത പൂവും തെച്ചിയായിട്ട്. പിന്നെ മുകളിൽ 4 തുളസിമാലകൾ ഇങ്ങനെ മേലെ ചാർത്തിയിട്ടുണ്ട് വിധാനമായിട്ട്. ഒരു താമരമാലയുണ്ട്. അങ്ങനെ നല്ല കാഴ്ചയായിട്ടുള്ള ഒരു കാണലാണ് കാണുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ, സ്വർണ്ണവിളക്കിലും വെള്ളി വിളക്കിലൊക്കെ ആ നെയ്യൊഴിച്ചിങ്ങനെ കത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രകാശം ഇങ്ങനെ ഭഗവാന്റെ നെറ്റത്തും അതേപോലെ സ്വർണത്തിലൊക്കെ പൊന്നോടക്കുഴലിലൊക്കെ ഇങ്ങനെ പതിക്കുമ്പോൾ, നമ്മൾക്ക് അതിങ്ങനെ തിരിച്ച് പതിക്കുമ്പോൾ വളരെ, ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ദേഹത്ത് സ്പർശിച്ചിട്ടാണ് നമ്മളുടെ കണ്ണിലേക്ക്, നമ്മളുടെ നയനത്തിലേക്ക് ആ ഒരു സ്പർശനം എത്തുന്നത്, ആ പ്രകാശരേണു. അപ്പോൾ അതൊരു വലിയ പുണ്യം തന്നെയാണ്. നമ്മൾ നോക്കി നമ്മളുടെ ആ കാഴ്ച കാണാൻ പറ്റുന്നത് തന്നെ വളരെ പുണ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന രൂപമാണ്
ആ മുരളീധര സ്വരൂപം പൊന്നുണ്ണിക്കണ്ണൻ. അപ്പോൾ അത് കണ്ടോളൂ, എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. രണ്ട് കൈ കൊണ്ടും ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. വിളിക്കണമൊന്നുമില്ല, പിടിച്ച് ധരിച്ചിട്ടേ ഉള്ളൂ. മുരളീധരനാണ്. അപ്പോൾ നന്നായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും കിട്ടണം. അതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ ശ്രവിക്കുന്ന ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഈ സമയം നമ്മൾ കേൾക്കുന്ന സമയം ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണെന്ന് ചിന്തിച്ച് കേൾക്കുക. ഗുരുവായൂർ നമ്മൾ എൻ്റെ ശബ്ദം പോകുന്ന അതേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് പ്രദക്ഷിണം ചെയ്യുന്നു, ഭഗവാന്മാരെ കാണുന്നു എന്നൊക്കെ സങ്കല്പിക്കുക. അപ്പോൾ നമ്മളുടെ മനസ്സ് ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും. ശരീരം എവിടെയായാലും കുഴപ്പമില്ല, മനസ്സ് എത്തിയാൽ ആ മനസ്സിലേക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം തേടിയെത്തും. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. പിന്നീട് തിരിച്ച് ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലെ കണ്ണനെ കാണാം. പിന്നെ അങ്ങനെ വരുമ്പോൾ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. ഇന്നലെ നമ്മുടെ ഒരു ഭക്ത ചോദിച്ചിരുന്നു, അതിന് മറുപടിയായിട്ട് സപ്തമാതാക്കളുടെയും അതേപോലെ ശീവേലിയുടെയും ശ്രീഭൂതബലിയുടെയൊക്കെ വ്യത്യാസങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുക. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിയും. അങ്ങനെ സപ്തമാതാക്കളെ നമ്മൾ കണ്ട് തൊഴുതു. അങ്ങനെ തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ചെറുതല്ലാത്ത തിരക്കുണ്ട്. വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല, ചെറിയ തിരക്കുണ്ട്. ശുദ്ധിയുടെയും കാര്യങ്ങളിലൊക്കെ ആവുകൊണ്ട് കുറേശ്ശെ തിരക്കുണ്ട്. അങ്ങനെ അവിടെ വന്ന് വിഘ്നേശ്വരനെ കാണുകയാണ്. വിഘ്നേശ്വരനെ ഇന്നും ഉണ്ട് കേട്ടോ. ആ ഒരു മയിൽപ്പീലി കണ്ണനായിട്ട് തന്നെയാണ് ഇന്നും നിൽക്കുന്നത്. ഏകദേശം കണ്ണൻ്റെ ആ രൂപലാവണ്യത്തോട് കൂടിയിട്ട് തന്നെയാണ്. ഗണേശനും ഉണ്ട്, പക്ഷേ ഗണേശൻ്റെ അതിനപ്പുറം കണ്ണൻ്റെയും കൂടി ഒരു ചൈതന്യം കൂടുതൽ വന്ന പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ ആ സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ കെടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ചെറിയ ഗണേശനെ കാണാം, മായാദേവീനെ കാണാം, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. മേൽശാന്തിയിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെയൊക്കെ വാങ്ങി തൊട്ട് പോരാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയും അതേപോലെ തന്ത്രിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വാമന സ്വരൂപം കാണാം. പിന്നെ നേരെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. മഹാവിഷ്ണു ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. അതേപോലെ അനന്തശയനത്തിൻ്റെ അവിടെ വരുമ്പോൾ ധാരാളം മാലകളുണ്ട്, നന്നായിട്ടുള്ള ആ ചാർത്തുകൾ കാണാനുണ്ട്. അപ്പോൾ അനന്തശയനെ തൊഴുത് പിന്നെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷം തിരിച്ച് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് ആ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ഒരു തുളസിമാല ഉണ്ട്. അങ്ങനെ ആ കോർണറിലെത്തിയാൽ ആ മുരുകൻ്റെ അവിടെ ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കൂവളമാല ഉണ്ട്, കുങ്കുമം അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ആ താമരക്കണ്ണനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ ആ താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ ഗ്രില്ലിൻ്റെ അപ്പുറത്തെ മണിക്കിണർ നോക്കി തൊഴുക. ഗ്രില്ലിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള നൃത്തറയിലെ ഉണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച ആ കിടാവിളക്ക് കാണാം. അങ്ങനെ അവിടെ തൊഴുത്
കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. തീർത്ഥമാകുമ്പോൾ രാവിലത്തെ തീർത്ഥം തന്നെയാണ്, വാകച്ചാർത്തിൻ്റെ തീർത്ഥത്തിലെ ബാക്കിയുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അമ്മയെ കണ്ട് തൊഴാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഗോളകയൊക്കെയാണ് സമർപ്പിച്ച് ഇങ്ങനെ വന്ന് അങ്ങനെ ഇതായി വരികയാണ്. അഭിഷേകമായിട്ട് ഇങ്ങനെ വരുന്നു ഓരോന്നോരോന്നായിട്ട്. ധാരാളം പൂക്കൾ, അർച്ചന പൂക്കളുണ്ട്. ചുവന്ന പൂക്കൾ കൊണ്ട് ധാരാളമുണ്ട്. ഒക്കെ കുറച്ച് വൈകിട്ടൊക്കെയാണ് അലങ്കാരം പൂർത്തിയാവുന്നത്. ഉപദേവതകൾക്ക്, അമ്മയ്ക്കും അതേപോലെ അയ്യപ്പസ്വാമിയുടെ അവിടെയൊക്കെ ചില ദിവസം മാത്രമാണ് നേരത്തെ ആവുക. അപ്പോൾ ഒക്കെ ഇങ്ങനെ കുറേശ്ശെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ മമ്മിയൂരപ്പനെ ആ കോർണറിലെത്തിയ മമ്മിയൂർക്ക് നോക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ സ്മരിക്കുക മനസ്സിൽ. അപ്പോൾ നമ്മളവിടെ പോയി ദർശനം ലഭിച്ച പോലെയാവും. അങ്ങനെ വരുമ്പോൾ ആൾരൂപ വഴിപാടും അതേപോലെ കുന്നിക്കുരുവായിരുന്നതും നെയ്യ് വിളക്ക് കത്തിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ആ മുരളീധര സ്വരൂപത്തെ ഒന്നുകൂടി കാണാം. ആ ഉണ്ണിക്കണ്ണനെ അവിടെ കുഴൽ പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് നേരെ നമ്മൾ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അവിടെ ഒന്ന് നമസ്കരിക്കുക. പിന്നീട് നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിരീടം മാത്രമായിട്ടുള്ളൂ, മുഖത്തിങ്ങനെ ചെറുതായിട്ടാണ് ചന്ദനച്ചാർത്ത് ആവുന്നുള്ളൂ. എന്തായാലും അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിനെ കണ്ട് തൊഴാം. വേണുഗോപാലനാണ് ദീപസ്തംഭത്തിൻ്റെ മുകളിൽ, അത് കണ്ട് തൊഴാം. പിന്നെ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ ഗരുഡൻ, കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തിറങ്ങി നേരെ ആ രുദ്രതീർത്ഥത്തെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോകുമ്പോൾ രുദ്രതീർത്ഥത്തിൻ്റെ നടുവിലായിട്ടുള്ള കാളിയമർദ്ദന സ്വരൂപത്തിലുള്ള വേണുഗോപാല സ്വരൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നാരായണീയ ഹാളിൽ ചെന്നാൽ നാരായണാലയം കാണത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ഭക്തർ പാരായണം ചെയ്യണു. അതേപോലെ പൂന്താനം പൂജിച്ച വിഗ്രഹം കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ ഭഗവതിയുടെ നടയിൽ വന്ന് ഭഗവതീനെ വീണ്ടും ഒന്നുകൂടി തൊഴുത് വലിയ ഒരു ദീപസ്തംഭം കിഴക്കേ നടയിലുള്ള അവിടെ വന്ന ഗുരുവായൂരപ്പനെ ഒന്നുകൂടി ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി ആ പ്രകാശധാര കാണാം. അപ്പോൾ അങ്ങനെ നോക്കി തൊഴാം. പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ തെക്കേ നടയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കൂവളം 10-50 വർഷത്തോ പഴക്കമുള്ള ആ കൂവളത്തെ കാണാം. കൂവളത്തിൻ്റെ തലയൊക്കെ വെട്ടിച്ചാലും അങ്ങനെ നന്നായിട്ട് പുഷ്പിച്ച് വരികയാണ്. ധാരാളം ഇലകളായി നന്നായിട്ട് വരുന്നു. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് പ്രദക്ഷിണം വയ്ക്കാം. അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ വിചാരിച്ച് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കൂടി നമ്മൾക്കെത്തും. നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സിദ്ധിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇനി ചെറിയൊരു കഥ, മാർക്കാണ്ഡേയൻ്റെ ഒരു കഥയാണ്. ചിരഞ്ജീവിത്വം കിട്ടിയത്. പണ്ട് മൃഗണ്ടു മഹർഷിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ മരുദ്യുതിക്കും കുട്ടികളുണ്ടായിരുന്നില്ല. അവർ സന്താനലബ്ധിക്കായിട്ട് മഹാദേവനായ ശിവനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ് ചെയ്തു. അവരുടെ തപസ്സിൽ സംതൃപ്തനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ശിവൻ അവരോട് 2 കാര്യങ്ങൾ പറഞ്ഞു. അതായത്, ഒന്ന്, ദീർഘായുസ്സുള്ള എന്നാൽ ബുദ്ധിയില്ലാത്ത ഒരുപാട് മക്കളെ കിട്ടും. അല്ലെങ്കിൽ അതിബുദ്ധിമാനും സൽഗുണ സമ്പന്നനുമായ ഒരു പുത്രൻ. എന്നാൽ വെറും 16 വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് ആയുസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മൃഗണ്ടു മഹർഷിക്ക് ബുദ്ധിമാനും സൽഗുണ സമ്പന്നനുമായ ഒരു പുത്രനാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ ശിവൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് മാർക്കാണ്ഡേയൻ എന്ന ഒരു പുത്രൻ ജനിച്ചു. മാർക്കാണ്ഡേയൻ ചെറുപ്പം മുതലേ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലൊക്കെ
വളരെ അറിവ് നേടി ശിവഭക്തനായിട്ട് വളർന്നു. മാർക്കാണ്ഡേയന് 16 വയസ്സ് തികയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് അവൻ്റെ മാതാപിതാക്കൾ മാർക്കാണ്ഡേയന് അവർക്ക് ഭയങ്കര ദുഃഖമായി. അപ്പോൾ എന്താ കാര്യം എന്ന് മാർക്കാണ്ഡേയൻ ചോദിച്ചു. അപ്പോൾ കരഞ്ഞുകൊണ്ട് അവനോട് സത്യം പറഞ്ഞു. തൻ്റെ ആയുസ് കുറവാണെന്ന് മനസ്സിലാക്കിയ മാർക്കണ്ഡേയൻ ഒരിക്കലും ഭയപ്പെട്ടില്ല. കാരണം ബുദ്ധിയൊക്കെ ഉള്ള കുട്ടിയാണ്, നല്ല ദിവ്യത്തുള്ള കുട്ടിയാണ്. അവ മറ്റൊന്നും ചിന്തിച്ചില്ല. ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ശിവനെ പ്രീതിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു. മാർക്കണ്ഡേയൻ ഒരു ശിവലിംഗം സ്ഥാപിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. അവൻ ശിവനെ സ്തുതിച്ചുകൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു. അതിൻ്റെ ഭക്തിയും തപസ്സും അതിതീവ്രമായിരുന്നു. മാർക്കാണ്ഡേയന് 16 വയസ്സ് തികഞ്ഞ ദിവസം യമധർമ്മരാജ മരണത്തിൻ്റെ ദേവൻ അവനെ കൊണ്ടുപോകാനെത്തി. യമൻ തൻ്റെ പാശ ഉപയോഗിച്ച് മാർക്കാണ്ഡേയൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ശിവലിംഗത്തെ മാർക്കാണ്ഡേയൻ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തുണ്ടായി വെച്ചാൽ ശിവശംഭോ എന്ന് വിളിച്ചു. അപ്പോൾ ആ പാശം കൊണ്ട് ശിവബിംബത്തെയും കൂടിയും കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു യമൻ. അപ്പോൾ തൻ്റെ ഭക്തൻ ശിവശംഭോ എന്നുള്ള വിളി കേട്ടപ്പോൾ കൈലാസത്തിലിരുന്ന ശിവന് അവിടെ ഇരിക്കപ്പുറത്തില്ലാതായി. നേരെ നിലവിളി കേട്ട് നേരെ ഇങ്ങോട്ട് പ്രത്യക്ഷനായി. ഇവിടെ വന്നപ്പോൾ യമധർമ്മരാജാവിനോട് ചോദിക്കുകയാണ്, എൻ്റെ ഭക്തനെ തൊടാൻ നിനക്ക് ധൈര്യം ഉണ്ടായോ? എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ ഭക്തനെ കൊണ്ടുപോകുന്നത് എന്നായി. അപ്പോൾ ശിവനും യമനും തമ്മിൽ ഭയങ്കര വാക്തർക്കായി. യമൻ പറഞ്ഞു, എൻ്റെ ജോലി ഇതാണ്, അവരുടെ സമയമായി, മാർക്കണ്ഡേയൻ്റെ സമയമായി, എനിക്ക് കൊണ്ടുപോകണം. അപ്പോൾ ശിവൻ പറഞ്ഞു, അവൻ എൻ്റെ ഭക്തനാണ്, കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ ശിവൻ യമനെ തൻ്റെ കാലുകൊണ്ട് തള്ളിയിട്ട് ആ മാർക്കണ്ഡേയനെ, അതായത് കുത്തിക്കൊന്നു എന്ന് തന്നെ പറയാം, തൻ്റെ തൃശ്ശൂരം കൊണ്ട് കുത്തിക്കൊന്നു. ആ കൊന്നതിൻ്റെ ഒരു കഥയായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം തൃപ്രങ്ങോട് എന്ന് പറയും. തൃപ്രങ്ങോട് ശിവക്ഷേത്രമാണ്. അത് ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ 3 അടികളുമുണ്ട്. അതേപോലെ കാലനെ നിഗ്രഹിച്ച അതായത് ശൂലം കഴുകിയ ഒരു കുളവും ഇന്ന് അതിൻ്റെ ചുവന്ന നിറം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ ജലത്തിന് ഇപ്പോഴും അതെന്താ അവസ്ഥ എന്നറിയില്ല, എന്തായാലും ഉണ്ടെന്നാണ്. അപ്പോൾ അതാണ് ഒരു കഥ. എന്തായാലും അഗൈതവമായ ഭക്തി കൊണ്ട് തൻ്റെ ആ മരണത്തെ പോലും മാറ്റി മറിച്ചു മാർക്കാണ്ഡേയൻ ഇന്നും ചിരഞ്ജീവിയായിട്ട് ജീവിക്കുന്നു എന്നാണ് ഈ കഥ. അപ്പോൾ അത് കഥ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർ അത് കേൾക്കുക. അതുപോലെ കാരണം ഭക്തി കൊണ്ട് മരണത്തെ പോലും മാറ്റി നിർത്താൻ കഴിയുമെന്ന് തെളിയിച്ച വ്യക്തിയാണ്, മുനിയാണ് മാർക്കാണ്ഡേയൻ. അപ്പോൾ നമുക്ക് അത്രയൊക്കെ ഇല്ലെങ്കിലും കുറച്ചൊക്കെ നമുക്കും കഴിയും. സാധകത്തിലൂടെ ഭക്തിയിലൂടെ കാര്യസാധ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി അതേപോലെ ഞാൻ ഇന്ന് പറയാമെന്ന് നാരായണീയം തുടങ്ങാമെന്നിങ്ങനെ വിചാരിച്ചു. കൂടുതലൊന്നുമില്ല, അധികം ആവുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അപ്പം നമുക്കൊരു എന്താ പറയുക, ശ്രീകൃഷ്ണനെ ഒന്ന് ഭജിച്ച്, മറ്റൊന്നുമില്ല, ശ്രീകൃഷ്ണായ നമ, ഓം ശ്രീകൃഷ്ണായ നമ എന്ന് മാത്രം പറയുക. നാരായണീയം ജപിക്കാൻ തുടങ്ങാം. പ്രഥമസ്കന്ധാണ്. ദശകം 1. ഭഗവൻ ഹിമാനു വർണ്ണനം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ധാത് സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അതിൻ്റെ ഒരു അർത്ഥം എങ്ങനെയെന്ന് വെച്ചാൽ, കേവലം ഒന്നിനോടും ബന്ധമില്ലാതെ സദാ നിറഞ്ഞിരിക്കുന്ന ആനന്ദവും ജ്ഞാനവും ആകുന്നു. സ്വരൂപത്തോടു കൂടിയും ഒന്നിനോടും സാദൃശ്യത്തെ കൽപ്പിക്കാൻ പാടില്ലാത്തതായും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് സാക്ഷിയാകയാൽ കാലാവധിയിൽ നിന്നും എങ്ങും ആകാശം പോലെ നിറഞ്ഞിരിക്കുകയാൽ ദേശാവധിയിൽ നിന്നും വേർപെട്ടതായും
അസംഖ്യങ്ങളായ വേദസാരാർത്ഥങ്ങളുടെ ഉപനിഷത്ത് വാക്യങ്ങളിൽ നിന്ന് ജ്ഞാനരൂപേണ പ്രകാശിപ്പിക്കപ്പെടുന്നതായും എന്നാൽ പരിശുദ്ധ ഗുണികളല്ലാത്തവർക്ക് സ്പഷ്ടമല്ലാത്തതായും ബ്രഹ്മജ്ഞാനികൾക്ക് പരമപുരുഷാർത്ഥ സ്വരൂപത്തോടു കൂടിയതായും മായാകൃതങ്ങളായ പ്രപഞ്ച വസ്തുക്കളിൽ നിന്നും അന്യമായിരിക്കുന്ന ഏക പരമാർത്ഥ തത്വമായ പരബ്രഹ്മം യാതെന്നോ അതുതന്നെയാണത്രേ ഗുരുവായൂർ പുരക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ പ്രശോഭിക്കുന്നത്. ഇപ്രകാരം അതിപ്രയത്നത്താൽ തന്നെയും അതിസുലഭമല്ലാത്ത ആ പരബ്രഹ്മം, അതായത് പെട്ടെന്ന് സുലഭമല്ലാത്ത ആ പരബ്രഹ്മം ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് ഭഗവത് വിഗ്രഹം എന്ന വ്യാജേന ശുദ്ധ സത്വസ്വരൂപത്തെ അവലംബിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ദൃഷ്ടിഗോചരമായി ഭവിച്ചിരിക്കുന്നു. ജനങ്ങളുടെ മഹാഭാഗ്യം അത്യാശ്ചര്യം തന്നെയാണ്. ഈ ഒരു ശ്ലോകമാണ് നാരായണീയം എന്നതിലെ ആദ്യത്തെ ഒരു ശ്ലോകം. അതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പറയാം. അത് മുറിച്ച് പറയുകയാണെങ്കിൽ സാന്ദ്രാനന്ദബോധാത്മകം, അതായത് ഇടമുറിയാത്ത കനത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും അനുപമിതം സദൃശമായി മറ്റൊന്നില്ലാത്തതും കാലദേശാവധിഭ്യാം നിർമുക്തം, കാലത്തിൻ്റെ അവധിയിൽ നിന്നും ദേശത്തിൻ്റെ അവധിയിൽ നിന്നും തീരെ വേർപെട്ടതും നിത്യമുക്തം, സുഖദുഃഖാദികളുടെ സംബന്ധം മായാബന്ധം ഒട്ടുമില്ലാത്തതും നിഗമശതസഹസ്രേണ അനേകം ശ്രുതിവാക്യങ്ങളാൽ നിശേഷം തികച്ചും വ്യക്തമാക്കപ്പെടുന്നതും നിർഭാസ്യമാനം അസ്പഷ്ടം, അതായത് എന്നാലും സ്പഷ്ടമല്ലാത്തതും ദുഷ്ടമാത്രേ പുന, അതേ പക്ഷേ ഒന്ന് കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം, അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ തത് ബ്രഹ്മതത്വം, ആ പ്രസിദ്ധമായ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു. ഗുരു പവനപുരേ താവത്, ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു. സാക്ഷാത് ഭാതി ഹന്ത ജനാനാം ഭാഗ്യം, ആഹാ ആളുകളുടെ ഭാഗ്യം. കാലാവധി നിർമുക്തം എന്നത് നിത്യതത്വത്തെയും ദേശാവധി നിർമുക്തം എന്നത് വിഭൂതത്തെയും സർവവ്യാപിത്വത്തെയുമാണ് കാട്ടുന്നത്. ബ്രഹ്മതത്വം എന്നിങ്ങനെ രണ്ട് പദമായിട്ടാകാം. തത്വം തത് ബ്രഹ്മ, പരമാർത്ഥ വസ്തുവായ ആ ബ്രഹ്മം, അങ്ങനെയാണ് അത്. അപ്പോൾ ചെറിയൊരു എന്താ പറയുക, ചെല്ലാനുള്ള ശ്രമമാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞ് നമ്മുടെ ഭക്തജനങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ ആളുകൾ പറഞ്ഞു നാരായണീയം ചൊല്ലിയിടാൻ പറ്റുമോ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമമാണ്. കുറച്ചൊക്കെ ഇനി നമുക്ക് കുറേശ്ശെ അങ്ങനെ ചെല്ലാം. അതുപോലെ പറ്റുന്ന അവസ്ഥയിൽ കൂടുതൽ നന്നാക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട്, അകമഴിഞ്ഞ പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ടാവുക. നമ്മൾ തിരിച്ചും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഇനിയും ധാരാളം ആളുകളിലേക്ക് ഗുരുവായൂരപ്പൻ്റെ പേരും പ്രശസ്തിയും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് ഓരോരുത്തരിലേക്കും, അതായത് ഗുരുവായൂർ എത്താൻ കഴിയാത്തവർക്കും എത്തിയവർക്കുമായിട്ട് വീണ്ടും എത്തിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം. നിങ്ങളൊക്കെ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരിലേക്കും എത്തട്ടെ. ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം, ഒരു അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.